ബഹുമാനപ്പെട്ട ശംസുല്ലയും കണ്ണിയത്ത് ഉസ്താദും ഒക്കെ ഇവിടെ കാണിച്ചു വന്ന ഒരു പണ്ഡിത സംസ്കാരം എന്താണ്? അത് ഈ രൂപമാണോ? എന്നിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങളെ തെറി പറയാൻ തയ്യാറായപ്പോ ഇയാളെ കുറിച്ച് പറയാ ജീർണതകളിൽ നിന്നൊക്കെ ജനങ്ങളെ നന്നാക്കുന്ന പണി അയാൾക്ക്. ഇയാളെ ഖുർആൻ ക്ലാസ് കൊണ്ട് ഒരുപാട് ആൾക്കാർ ജീർണതയിൽ നിന്ന് നന്നായി. ജീർണതയുടെ കരിമ്പടം പുതച്ച് അധാർമികതയുടെ അഗാധതയിൽ ജീവിക്കുന്ന ആയിരങ്ങൾ ധർമ്മബോധത്തിന്റെ സുന്ദര തീരത്തേക്ക് തുഴഞ്ഞെടുക്കും. ഉസ്താദിന്റെ പഠന പ്രഭാഷണങ്ങൾ ശ്രവിക്കാൻ എത്തുന്ന ആയിരങ്ങൾ. അങ്ങനെ അടുക്കണമെങ്കിൽ എന്ത് വേണം? പറയുന്ന കാര്യം സമൂഹത്തിൽ പ്രസരിപ്പിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യാൻ കഴിയണ്ടേ? ഇയാള് എല്ലാ സമയത്തും പരമാവധി തലപ്പാവും തൊപ്പിയിട്ട് നടക്കണമെന്ന് പറഞ്ഞ കൗമ എങ്ങനെ വിലയിരുത്തുക? എന്നിട്ടോ വലിയ രസമുണ്ടായി. ഇയാൾ മമ്പാട് ടൗണിലെ പള്ളിയിലാ കുത്തുപോകുന്നത്. അതിങ്ങനെ മാസമൊരുക്കെ വന്ന് 5 ശമ്പളം വാങ്ങി അങ്ങനെ അത് വേറെ സുഖമാണ്, ഇരിക്കട്ടെ. ഇങ്ങനെ അവിടുന്ന് ഒരുക്കെ പ്രസംഗിച്ചു. കാരണം ഈ ലോകകപ്പൊക്കെ വരുമ്പോ നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാർക്കൊരു പരിപാടി, ഈ ബ്രസീലിന്റെ അർജന്റീനന്റെ ഒക്കെ ഫ്ലക്സ് കളിക്കാരെ ഫോട്ടം വെച്ചിട്ട് ഫ്ലക്സ് ബോർഡ് വെക്കും. അപ്പൊ ഇയാൾ വലിയ ആദർശവാദിയായി പ്രസംഗിച്ചു. അതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഫ്ലക്സ് ബോർഡിൽ ചിത്രം വരച്ചുകൊണ്ടുള്ള പരിപാടിയൊന്നും പറ്റൂല, ഭയങ്കര പ്രസംഗം. അങ്ങനെ തൽക്കാലം എന്തായാലും ഒരു മൂലൊരു പറഞ്ഞല്ലേ, ചില ചെറുപ്പക്കാരൊക്കെ അത് ഒഴിവാക്കി. സുബ്ഹാനല്ലാഹ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം മർക്കസിന്റെ ഫ്ലക്സ് ബോർഡ് ഏപ്പിസ്ഥാന്റെ ഒക്കെ ഒരു ചിത്രം വെക്കാൻ തീരുമാനിച്ചാൽ പിന്നെ കൂട്ടരെ നിങ്ങളെ കൗമിന്റെ മോത്ത് പോക്കോ ഈ സമുദായം. പക്ഷെ നമ്മളെ ശൈലി അതല്ലാത്തതുകൊണ്ട് നമുക്ക് മർക്കസിന്റെ സമ്മേളന ബോർഡിന് എത്ര ബിൽഡിംഗ് വെക്കാൻ, എന്നാൽ തന്നെ ഫ്ലക്സ് മർക്കസിന്റെ സ്ഥാപനം ബാക്കിയ ഫ്ലക്സ് ഫുള്ളായാൽ ഇതപ്പൊ നമ്മളെ കട. എന്നാൽ നിങ്ങൾക്കോ പട്ടിക്കാട് ജാമ്യന്റെ സമ്മേളനത്തിൽ എന്തൊരു ആദാബ വിലക്കാതെ ഒരു മര്യാദക്കുള്ള മനുഷ്യനെ വെക്കാനില്ല. എന്നാ പിന്നെ 4 പിന്നെ ഒരു ബിൽഡിംഗ് കാട്ടാൻ അതുമില്ല. പിന്നെങ്ങനെ ഈ കുശുമ്പും പറഞ്ഞ നടക്കുക? ഒന്നുമില്ലെങ്കിൽ പിന്നെ അതാണല്ലോ. നമ്മളെ നാട്ടുകൂടെ ഒരു ചൊല്ലുണ്ട്, ഈ പുല്ലുട്ടിയിൽ പട്ടിനെ കെട്ടിയ മാതിരി. പുല്ലുട്ടി എന്നാൽ ഈ പശുവിന്റെ കാലിൽ പുല്ലിട്ട് കൊടുക്കുന്ന സ്ഥലം. അവിടെ കൊണ്ടുപോയി ഒരു പട്ടിനെ കെട്ടിയാൽ പട്ടി ഏതായാലും പുല്ലുന്നില്ലാന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാ പിന്നെ ഈ തിന്നണ മൂലിനെ തിന്നാനായിക്കണ്ട അതും ചെയ്യൂലെങ്കിൽ ഇന്ന് മുടക്കിയാളാകരുത്. സംഗതി ഖൈറ് ചെയ്യുന്നവരോ കൂടെ നിൽക്കുക. ഖൈറ് ചെയ്യുന്നവരുടെ കൂടെ നോളി, അതിൽ വേറെ സംഗീതത്വം നോക്കണ്ട. തിമ്മാരി ചെയ്താലും കൂടെ നിൽക്കണ്ട. അതാണ് ഇസ്ലാം പറയുന്നത്, അതാണ് ഖുർആൻ പറയുന്നത്. ഇരിക്കട്ടെ, അങ്ങനെ ഇയാൾ പ്രസംഗിച്ചു. കുട്ടികളെ ചിലരൊക്കെ ഫ്ലക്സ് ബോർഡ് എടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ മൗലവി, നമ്മളെ റഹ്മത്തുള്ള മൗലവിന്റെ ഫ്ലക്സ് ഉണ്ട്, ഇങ്ങനെ നല്ല തൊപ്പിയൊക്കെ ഇട്ട് അയാളെ കണ്ണുമോറൊക്കെ വെച്ച് ഇങ്ങനെ മമ്പാട്ടങ്ങാടി. അപ്പൊ ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾ വെച്ച ഫ്ലക്സ് നമുക്ക് നോക്കാൻ തന്നെ ഒരു മട്ടണ്ടേ, ഇതിപ്പോ അതുമില്ലല്ലോ. എന്നാ പിന്നെ നമ്മൾ തന്നെയാ നല്ലതാണ് എടുത്തു. എങ്ങനെയാ റോട്ടുമൊക്കെ തന്നെ എടുത്തു? ഞാൻ ചോദിക്കട്ടെ, ജീർണത ഇതെങ്ങനെയാ സമുദായം രക്ഷപ്പെടുക? എങ്ങനെയാ രക്ഷപ്പെടുക? പക്ഷേ കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞ സന്തോഷത്തിൽ നിങ്ങൾ ആളാക്കാൻ നോക്കുക. അതിന് നമുക്ക് പരാതിയൊന്നുമില്ല, നമുക്ക് അയാൾ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് പറഞ്ഞ് ഇയാൾക്ക് മഹലിൽ ഒരു വയല് പറയണമെങ്കിൽ തന്നെ മഹലിൽ ആൾക്കാർ കാലങ്ങളോളം കാത്തിക്കാണ്. ഇയാൾ വയലൊന്നും പറയണ മര്യാദയ്ക്ക് എല്ലാ വെള്ളിക്കാരുടെ ശമ്പളം വാങ്ങണ്ടല്ലോ, കൊത്തുപോതി പോയാൽ മതി. അതും കൂടി ഇല്ല. കോട്ടെ, അതിൽ നമ്മൾ ഇടപെടണ്ട. എന്നാ നോക്കുന്നത് സ്വന്തം മാനിൽ മാസങ്ങളോളായി വയലറിയാൻ കാത്തിക്ക അല്ല. ഇയാൾ കഴിഞ്ഞ റമളാനില് അവിടെ 3 ദിവസത്തെ വയൽ വെച്ച് വമ്പാട്ടം കാടി. ആമുഖം തന്നെ പറയുന്ന എന്താ പറയുന്നത്, ലോകത്തെല്ലോടത്തിന്റെ വേദന വേണ്ടി കോഴിക്കോട്ട് കാണുക. നിങ്ങളെ മമ്പാട്ടുന്ന ആർക്കും ഇത് വരാനാവൂലാനുള്ള ചൂടാകല. അതേ കേക്ക് വലിക്കല്ലേ അറിയുള്ളൂ. ഈ സാധുക്കൾ ഈ നീങ്ങാപ്പോയിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മദ്രസന്റെ ഉള്ളിൽ കുതിർക്കണ ഈ പോയച്ചക്കാർക്ക് മമ്പാട്ടുകാർക്ക് എന്താ അറിയോ? അതൊക്കെ ഒന്ന് അങ്ങാടിനെ ഒന്ന് ചോദിക്കണ്ടേ? അങ്ങനെ ഇയാളെ കുറിച്ച് പറയുന്ന നോക്കാൻ നിങ്ങൾ ഇയാളെ മധുഹ. ഉസ്താദിന്റെ ക്ലാസിന്റെ പ്രശസ്തി നാനാദിക്കിലും പരക്കുകയും സ്വന്തം മഹല്ലിൽ ഉസ്താദിന്റെ ഒരു പരിപാടിക്കായി മാസങ്ങൾക്ക് മുമ്പേ തന്നെ കാത്തു നിൽക്കുന്ന ദീനീ സ്നേഹികളുടെ കാഴ്ചയും അവരുടെ ഉറക്കം കെടുത്തി. ഇതൊക്കെ നാട്ടിൽ അവനാന്റെ നാട്ടിൽ അടുത്ത മാസത്തിലും ആദ്യം ഒരു ഡേറ്റ് കൊടുത്താൽ പോരെ? വേണമെന്ന് കരുതിയാക്കാൻ നടക്കൂലേ? അപ്പൊ വെറുതെ പറഞ്ഞു പ്രചരിപ്പിക്കും. എന്നിട്ട് ഉസ്താദിനെ പറ്റി വലിയൊരു പോലീസ് ഉണ്ടാവും. ഉസ്താദിന്റെ നാവൊന്ന് നല്ലതല്ലാതെ ഒന്നും സമുദായം കേൾക്കൂല. ആ അഖില ലോക ന്യൂ ഇയർ ബഡായി ഒന്ന് കേട്ടോ. ജനലക്ഷങ്ങൾക്കറിയാം ഉസ്താദിന്റെ നാവിലൂടെ ഒഴുകിയെത്തുന്നത് അറിവിന്റെ ബഹറാണെന്ന്. ദീനിനോ സമൂഹത്തിനോ നല്ലതല്ലാത്ത ഒരു വാക്കുപോലും ഉസ്താദിന്റെ ക്ലാസ്സിൽ മുഴങ്ങിയിട്ടില്ല.
അതേ അയാളെ നാട്ടിന്ന് മുഴങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് കാവലൊരു തബ്ലീഗ് ഉണ്ടായത്. എന്നിട്ടോ അതിന്റെ പേരിലാണ് ചില സുന്നത്യമായത്തിന്റെ പ്രവർത്തകന്മാർ, അത് കാന്തപുരം ഉസ്താദിന്റെ ഔദ്യോഗിക പത്രമല്ല, SYSന്റെയോ പത്രമല്ല, അത്തരം ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ചില ലേഖകന്മാരും പത്രപ്രവർത്തകരും അത് എഴുതി. അതിന്റെ പേരിൽ ഇയാൾ എന്ത് ചെയ്തു? നന്നായി തെറി പറഞ്ഞു. അതിന്റെ ആമുഖം എന്താണ്? ഇയാൾ പറയുന്നത് എനിക്ക് തബ്ലീഗ് ജമാഅത്തുമായി ഒരു ബന്ധമല്ല. ബന്ധമുണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നി. അപ്പോൾ ആ പട്ടിക്കാട് സമ്മേളനത്തിൽ ഇയാളെ തബ്ലീഗ് പറയാൻ ഏൽപ്പിച്ചത്, പറഞ്ഞത് മുഴുവൻ ഏൽപ്പിസ്ഥാൻ. ഇവൻ എല്ലാ പരിപാടിയും അങ്ങനെയാണ്. ഇപ്പൊ അതിന്റെ വാർഷികം വരെയാണ്. ഈ ഏൽപ്പിസ്ഥാനെ തെറി പറഞ്ഞതിന്റെ വാർഷിക പാടാർക്കണേ. അതുകൊണ്ട് അവർ രണ്ടാമത്തെ ഒരു ബോർഡുമ്മ ഒരു ബിൽഡിംഗ് കാണിക്കാൻ കഴിയാത്ത. പിന്നെ ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഈ പോസ്റ്റ്മാനെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായി ഈ പോസ്റ്റ്മാൻ ഉള്ളതുകൊണ്ട് ആ മദ്രസന്റെ പഴയ അഡ്രസ്സൊക്കെ ഇങ്ങനെ ഈ പോസ്റ്റർ അയച്ചു കൊടുക്കാലോ. അതങ്ങനെയാണ്. പണ്ട് അംഗീകാരം പിൻവലിച്ച മദ്രസക്ക് ഇപ്പോഴും അൽമോലിമ വരുന്നുണ്ട്. അത് സമസ്ത രണ്ടായ കാലത്തിന്റെ വേറെ ഇന്ന മദ്രസൊക്കെ കമ്പ്യൂട്ടർ ഒന്ന് തട്ടിക്കൂട്ടി ശരിയാക്കിക്കൊണ്ടല്ലേ. ഇപ്പോഴും ഓരോ അൽമോലിമ ഇങ്ങനെ വെറുതെ പറഞ്ഞു വെക്കാട്ടോ, ഇങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊണ്ടുവന്നിട്ട് വരാട്ടോ, ഞാനാണ് നമ്മളെ മേർത്തേക്ക് ഇങ്ങനെ വരാ ഇരിക്കട്ടെ. അങ്ങനെയാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് എനിക്ക് തബ്ലീഗ് ജമാഅത്തുമായി ബന്ധമല്ലാണ്. അത് കേട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇയാൾക്ക് എല്ലാ വാന്തര വിഭാഗങ്ങളുമായി അവിഹിത ബന്ധമുണ്ട്. തന്നെ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും നാലാളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എന്നാൽ സമുദായത്തിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളുമായി അയാൾക്ക് ബന്ധമുണ്ട്. അതിന്റെ ഉദാഹരണമായിരുന്നു കാവലൂർ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇയാൾ മമ്പാട് അങ്ങാടിയിലെ ഒരു പള്ളിയിൽ ജോലി ചെയ്യും. ആ ജോലി ചെയ്യുമ്പോൾ കാലങ്ങളോളം അതിന്റെ സെക്രട്ടറി ആയിരുന്നത് ഒരു നൂരിശാ ത്വരീഖത്തുകാരനാണ്. ആ ത്വരീഖത്തുകാരൻ ഞാൻ കമ്മിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ലാതെ അയാൾ കമ്മിറ്റിയിൽ നിന്ന് മാറിയിട്ടില്ല, മാറ്റാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇനിയോ ഇയാളുടെ കമ്മിറ്റിയിലെ ഉത്തരവാദപ്പെട്ട കമ്മിറ്റി മെമ്പർ, ആ കമ്മിറ്റി മെമ്പർ തബ്ലീഗ് ജമാഅത്തായി. എന്റെ കാരണം ഇദ്ദേഹം പൊത്തുബോധിയതാ. ഇയാൾ വെള്ളിയാഴ്ച പ്രസംഗിച്ചതാ. പ്രസംഗം ജനകീയായപ്പോ കമ്മിറ്റിക്കാരൻ തബ്ലീഗായി അല്ലേ? എന്നിട്ടോ പലപ്പോഴും ഇയാളുടെ മൗനാനുവാദം. ഈ അടുത്ത ദിവസം അമ്പാട്ടങ്ങാടിയിൽ വെച്ച് ഒരു മുസ്ലിം ചെറുപ്പക്കാരനുമായി സംസാരിച്ചു. അയാൾ നൂരിശാ ത്വരീഖത്തിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ സംഘടനക്കും വേണ്ടി പറയാം. ഞാൻ ആ ത്വരീഖത്തിൽപ്പെട്ടിട്ട് എന്നോട് കാസിന് പറഞ്ഞു ഈ നിൽക്കുന്നോട് തന്നെ നിന്നോണാണ്. ഇങ്ങനെ ഇനി നിങ്ങൾ നോക്ക്, കാവനൂരിൽ ഇയാളുടെ ക്ലാസ് കൊണ്ട് തബ്ലീഗ് ഉണ്ടായപ്പോ കോട്ടുമല വാപ്പൂരെ ഒരു ഖണ്ഡനത്തിന് വന്നു. എല്ലാ മാസങ്ങളിലും ക്ലാസ്സിന് പോകുന്ന ഈ സാധു ആ ഖണ്ഡനം നടക്കുന്ന വേദിയിൽ ഇയാൾ വരണ്ടേ? വന്നില്ല. ഇയാളുടെ മകല്ലത്തിൽ കുറെ ആളുകൾ തബ്ലീഗായി. അപ്പോൾ അവിടുത്തെ കേളാരി കമ്പനിയിലെ ചിലര് കഴിയുന്ന മാതിരിയൊക്കെ തബ്ലീഗിനെ എതിർക്കാൻ ഒരു പരിപാടി വെച്ചു, അമ്പലക്കടവിലെ പൈപ്പിനെ വിളിച്ചിട്ട്. എന്നാ ആ സ്വന്തം മകനിൽ നടക്കുന്ന പരിപാടിക്ക് ഇയാൾ വരണ്ടേ? വന്നില്ല. ഇനിയോ സഹോദരന്മാരെ, അവിടെ വഹാബികൾ വന്നിട്ട് വാങ്ങു പറഞ്ഞു, കാശ്മീരുടെ ക്ലിപ്പുകൾ ഇട്ടിട്ട് മുസ്ലിങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാനും തകർക്കാനും ശ്രമിച്ചു. എന്നാ അന്ന് അയാൾ അങ്ങാടി കറിയതൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? പോകട്ടെ, തൊട്ടടുത്ത വെള്ളിയാഴ്ചയിലെ ജുമാക്ക് പറയണ്ടേ? പറഞ്ഞില്ല. ആ വെള്ളിയാഴ്ച പിറ്റത്തെ വെള്ളിയാഴ്ച ജുമാക്ക് ഒത്തുപോകാൻ തന്നെ വന്നില്ല. ഈ അവിഹിത ബന്ധങ്ങളല്ലേ ഇതൊക്കെ? അല്ലെങ്കിൽ താങ്കൾ പറയും, താങ്കൾക്ക് എങ്ങനെയാണ് ഈ അവാന്തര വിഭാഗങ്ങൾ താങ്കളുടെ മകനിലും താങ്കളുടെ ക്ലാസ് നടത്തുന്നിടത്തും താങ്കൾക്ക് ഭക്ഷണം തുറന്നിടത്തും പിടിമുറക്കിയപ്പോൾ താങ്കൾ അതിലെന്ത് ചെയ്തു എന്ന് പറയും. എന്നാലേ നിങ്ങളുടെ ബന്ധമുണ്ടോ എന്നോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ.